പല രൂപത്തിലും നിറത്തിലുമുള്ള LED-കൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണ് ഒരു LED ശരിയായ രീതിയിൽ ബാറ്ററിയിൽ കണക്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. ഞാനിവിടെ പറയാൻ പോകുന്നത് ഈ പ്രൊജക്റ്റിലൊക്കെ ഇൻഡിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന LEDസിൻ്റെ കാര്യമാണ്, അല്ലാതെ ടോർച്ചിൽ എങ്ങനെ LED കണക്ട് ചെയ്യാമെന്നല്ല. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ കളർ LEDക്കും ഓരോ വോൾട്ടേജും അതുപോലെ കറൻറ്റ് കൺസംഷനും ഉണ്ടാവും. അത് 1.7 വോൾട്ട് മുതൽ ഏകദേശം 4 വോൾട്ട് വരെ മാറിക്കൊണ്ടിരിക്കും. അതിനൊരു ടേബിൾ തന്നെയുണ്ട്. ആ ടേബിൾ നോക്കിയിട്ട് ആ കളറിൻ്റെ വോൾട്ടേജിനും കറണ്ടിനും കണക്കായിട്ടുള്ള റെസിസ്റ്റർ ആയിരിക്കണം നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ 2 വോൾട്ടിൻ്റെ LED നമ്മൾ 5 വോൾട്ടുള്ള ഒരു സപ്ലൈ കൊടുത്താൽ LED കത്തിപ്പോവും. ഇപ്പം കാണിച്ചതുപോലെ സാധാരണ ഒരു LED സപ്ലൈയിൽ കണക്ട് ചെയ്യുന്നത് ഒരു റെസിസ്റ്റർ സീരീസായി വെച്ചിട്ടാണ്. ഇങ്ങനെ റെസിസ്റ്റർ സീരീസ് ആയിട്ട് വെക്കുമ്പോൾ LEDക്ക് വേണ്ട വോൾട്ടേജ് കഴിഞ്ഞ് ബാക്കി വരുന്ന വോൾട്ടേജ് ഈ റെസിസ്റ്ററിൽ ഡ്രോപ്പ് ആയി പോവുകയും അതുപോലെ കറണ്ട് ലിമിറ്റായി പോവുകയും ചെയ്യുന്നു. ഇനി എങ്ങനെ LED റെസിസ്റ്റർ ഡിസൈൻ ചെയ്യാമെന്ന് നോക്കാം. LEDയുടെ സീരീസ് ആയിട്ടുള്ള റെസിസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന ഒരു ഇക്വേഷൻ തന്നെയുണ്ട്. അതായത് നമ്മൾ കണക്ട് ചെയ്യുന്ന ബാറ്ററിയുടെ വോൾട്ടേജിൽ നിന്ന് LEDയുടെ വോൾട്ടേജ് കുറച്ചതിന് ശേഷം അതിനോട് ഈ LEDക്ക് വേണ്ട കറണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് നമ്മുടെ റെസിസ്റ്ററിൻ്റെ വാല്യൂ കിട്ടും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നീല ലൈറ്റുള്ള LED ആണ്. അപ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 3.2 വോൾട്ടും ഇതിൻ്റെ കറണ്ട് 20 മില്ലി ആംപിയറുമാണ്. അപ്പോൾ കറണ്ട് ഞാൻ എടുക്കുമ്പോൾ 20 മില്ലി ആംപിയറാണ് മാക്സിമം LEDയുടെ കറണ്ട്. അപ്പോൾ ഒരു സേഫ്റ്റി ആയിട്ട് ഞാൻ 10 മില്ലി ആംപിയർ ആയിട്ടാണ് എടുക്കുന്നത്. കറണ്ട് പെട്ടെന്ന് കൂടിയാലും ഇതിനൊന്നും സംഭവിക്കില്ല. ആ ഇക്വേഷൻ വെച്ചിട്ട് എനിക്ക് 10 ഓമാണ് കിട്ടിയത്. എൻ്റെ മുന്നേയുള്ള വീഡിയോയിൽ ഞാനൊരു പവർ സപ്ലൈ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ആദ്യം 3.3 വോൾട്ട് വെച്ചിട്ട് നമുക്കാദ്യം ഈ LEDയെ കത്തിക്കാം. അപ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് 3.2 വോൾട്ടാണ്. ഞാൻ കൊടുക്കുന്നത് 3.3 വോൾട്ടാണ്. ഇനി അഥവാ ഞാനിവിടെ ഈ 3.3 വോൾട്ടിന് സീരീസ് ആയിട്ട് റെസിസ്റ്റർ വെച്ചില്ലെങ്കിലും ഈ LED കത്തും. കാരണം 3.3 വോൾട്ടൊക്കെ ഈ LEDക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. 5 വോൾട്ട് വെച്ച് ചെയ്യുകയാണെങ്കിൽ 150 ഓമാണ് കിട്ടുന്നത്. അപ്പോൾ പവർ സപ്ലൈയിൽ ഞാൻ 5 വോൾട്ടിലേക്ക് മാറ്റി. എന്നിട്ട് കണക്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം LED കത്തുന്നുണ്ട്. അതുപോലെ 12 വോൾട്ടിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ആ ഇക്വേഷൻ വെച്ച് എനിക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 850 ഓമാണ്. പക്ഷേ എൻ്റെ കയ്യിൽ 880 ഓം ഇല്ല, പഴയ ഒരു 860 ഓം ഉണ്ട്. അപ്പോൾ അത് വെച്ചാണ് കണക്ട് ചെയ്യുന്നത്. കറണ്ട് 10 മില്ലി ആംപിയർ എടുത്തുകൊണ്ട് തന്നെ ഈ 850 ഓം വെച്ചാലും ഇതിന് കംപ്ലൈൻ്റ് ഒന്നും വരത്തില്ല. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്യുമ്പോഴും കുഴപ്പമൊന്നുമില്ലാതെ വർക്ക് ചെയ്യുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് LEDയുടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന റെസിസ്റ്റർ ഡിസൈൻ ചെയ്യേണ്ടത്. സാധാരണ ഒരു LEDയുടെ കാല് ഒന്നിന് നീളം കുറഞ്ഞും മറ്റൊന്നിന് നീളം കൂടിയും ഇരിക്കും. അപ്പം ഈ നീളം കൂടിയത് പോസിറ്റീവും നീളം കുറഞ്ഞത് നെഗറ്റീവുമാണ്. ഇനി അഥവാ ഇതിൻ്റെ 2 ലെഗും കട്ട് ചെയ്ത് കളഞ്ഞ് ഒരേ ലെങ്ത്തിലാണെങ്കിൽ നമുക്ക് മൾട്ടിമീറ്റർ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഡിജിറ്റൽ മൾട്ടിമീറ്റർ വെച്ച് ഈ ഒരു ഡയോഡിൻ്റെ ചിഹ്നത്തിൽ അതിൻ്റെ സെലക്ടർ കൊണ്ടുവരിക. അതിനുശേഷം ഈ 2 പ്രോബും ഇതുപോലെ വെച്ച് നോക്കുക. ഇപ്പോൾ LED കത്തുന്നില്ലെങ്കിൽ പ്രോബിൻ്റെ കണക്ഷൻ മാറ്റി കൊടുക്കുക. ഇപ്പോൾ LED കത്തുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ മനസ്സിലാക്കാം ഈ ചുവന്ന പ്രോബ് ഉള്ളത് പോസിറ്റീവും ഈ കറുത്ത പ്രോബ് കണക്ട് ചെയ്തിരിക്കുന്നത് നെഗറ്റീവാണെന്ന്. അതുപോലെ LED വർക്ക് ചെയ്യുന്നതാണോ അല്ലയോ എന്നും ഈ ഒരു ടെസ്റ്റ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്നതാണ്. ഇനി അഥവാ അനലോഗ് മൾട്ടിമീറ്റർ വെച്ചാണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ചുവന്ന പ്രോബിൻ്റെ അവിടെ LEDയുടെ നെഗറ്റീവും അതുപോലെ ഈ കറുത്ത പ്രോബിൻ്റെ അവിടെ LEDയുടെ പോസിറ്റീവും ആയിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഈ ഒരു വീഡിയോയിൽ നിന്നും ചിലർക്കെങ്കിലും ഉപകാരപ്രദമായ ചില അറിവുകൾ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇനിയും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇങ്ങനെയുള്ള വീഡിയോസ് ഇനിയും കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതിനടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ ഗുഡ് ബൈ.